ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവത്ത് നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച കാണാതായ 2 ആദിവാസി കുട്ടികളും മരിച്ച നിലയിൽ. കോളനിയുടെ സമീപത്ത് നിന്ന് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. അതിരപ്പിള്ളി ആദിവാസി ഊരിലെ 17-കാരിയെ പീഡിപ്പിച്ചതായി സൂചന. ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം 3 പേർ മദ്യം നൽകി പീഡിപ്പിച്ചതായി പെൺകുട്ടി. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫ്ലാഗ് ഓഫ് ചെയ്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവത്ത് നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച കാണാതായ 2 ആദിവാസി കുട്ടികളും മരിച്ച നിലയിൽ. കോളനിയുടെ സമീപത്ത് നിന്ന് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. 16 വയസ്സുള്ള സജിക്കുട്ടൻ, 8 വയസ്സുകാരൻ അരുൺ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്നുമാണ് കുട്ടികളെ കാണാതാകുന്നത്. വനംവകുപ്പും പോലീസും ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കാണാതായ സജിക്കുട്ടനും അരുൺകുമാറും വഴിതെറ്റി ഉൾക്കാട്ടിൽ അകപ്പെട്ടതാകാമെന്ന നിഗമനത്തിലാണ് അധികൃതർ അന്വേഷണം നടത്തിയത്. അനുജൻ സജിക്കുട്ടനായുള്ള കാത്തിരിപ്പിലായിരുന്നു സഹോദരി ചന്ദ്രിക. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 16-കാരനായ സജിക്കുട്ടനെയും അയൽവാസിയായ 8 വയസ്സുകാരൻ അരുൺകുമാറിനെയും കാണാതാകുന്നത്. ഇരുവരും കാടിനടുത്തുള്ള ബന്ധുവീട്ടിൽ പോയതാകാം എന്നാണ് രക്ഷിതാക്കൾ ആദ്യം കരുതിയത്. പിന്നീട് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെ 6 മണി മുതൽ വീണ്ടും തിരച്ചിൽ തുടങ്ങി. 10 പേരുള്ള 7 സംഘങ്ങളായാണ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയത്. അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മീഡിയ ടൈം, കൊടകര. അതിരപ്പിള്ളി ആദിവാസി ഊരിലെ 17-കാരിയെ പീഡിപ്പിച്ചതായി സൂചന. ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും പറയുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം 3 പേർ മദ്യം നൽകി പീഡിപ്പിച്ചതായി പെൺകുട്ടി പറഞ്ഞതായിട്ടാണ് ആശുപത്രി അധികൃതർ പോലീസിന് നൽകിയ വിവരമെന്ന് പറയുന്നു. എൻ്റെ കൊച്ചിനെ കാണാണ്ട് കുറേ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ചത്. പിന്നെ കോളനിക്കാരെല്ലാവരും കൂടിയാണ് കൊച്ചിനെ അന്വേഷിച്ച് തിരഞ്ഞ് പോയി കണ്ടുപിടിച്ച് കൊണ്ടുപോകുന്നത്. കൊച്ചിനെ കണ്ടപ്പോൾ ഇങ്ങനെ ഈറ്റപ്പട്ടാലിൻ്റെ ഇടയിലാണ് കൊച്ചി കിടന്നത്. ആകെ അവശതയായിട്ടാണ് കിടന്നത്. കൊച്ചി ബോധം ഉണ്ടായില്ല കൊച്ചിന് കാണുമ്പോൾ അല്ലേ? കാണുമ്പോൾ എന്നിട്ട് നമ്മൾ അത് വെറ്റിലപ്പാറ കൊണ്ടുപോയില്ലേ? വെറ്റിലപ്പാറ ആംബുലൻസിൽ കയറ്റി ഇവിടെ ഹോസ്പിറ്റലിലേക്ക് താലൂക്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകല്ലേ? ഇപ്പം എങ്ങനെയുണ്ട് മോൾക്ക്? ഒരുവിധം കുഴപ്പമില്ല. അതല്ലേ? ഈ മരുന്നൊക്കെ കൊടുത്തു. അതല്ലേ? പോലീസൊന്ന് മൊഴി ഇപ്പം എടുക്കണമെന്നുണ്ടല്ലേ? എടുക്കുന്നുണ്ട്. പരാതി ഇപ്പം നമ്മൾ ആർക്കും കൊടുക്കണ്ടേ? വേറെ ഇല്ല, വേറെ തന്നെ കൊടുത്തിട്ടില്ല. പരാതികൾ കൊടുക്കണ്ടേ? കൊടുത്തിട്ടില്ല. ഇപ്പം മോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഇപ്പോൾ പോലീസൊന്ന് മൊഴി എടുക്കണ്ടേ അല്ലേ? കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ KSRTC ബസ് സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം. 2010-ൽ 12 ബസ്സുകളുടെ ചെയിൻ സർവീസ് ആയിട്ടാണ് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ സർവീസ് ആരംഭിച്ചത്. 123 സർവീസുകളാണ് ദിനംപ്രതി KSRTC നടത്തിക്കൊണ്ടിരുന്നത്. 38 കിലോമീറ്റർ വരുന്ന പാതയിൽ രാവിലെ 5:30 ആരംഭിച്ച് രാത്രി 9:30 വരെ 15 മിനിറ്റ് ഇടവിട്ട് സർവീസ് നടത്തിയിരുന്ന ബസ് സർവീസ് യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായിരുന്നു. സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ നിന്ന് രക്ഷ നേടാനും സുഖയാത്രയ്ക്കുമായി KSRTCയുടെ ബസ്സുകൾ കാത്തുനിന്ന് യാത്രക്കാർ യാത്ര ചെയ്തിരുന്നത് KSRTC സംബന്ധിച്ച് ലാഭകരമായിരുന്നു. രാത്രി ജോലി കഴിഞ്ഞു വരുന്നവർക്കും മറ്റു യാത്രക്കാർക്കും ആശ്വാസകരമായിരുന്നു KSRTC ബസ് സർവീസ്. മുസരീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കൊടുങ്ങല്ലൂരിന്റെ യാത്രാക്ലേശം പരിഹരിക്കാൻ നിർത്തലാക്കിയ KSRTC ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടി കൊടുങ്ങല്ലൂർ, വെള്ളാങ്കല്ലൂർ, ചേർപ്പ്, ഊരകം വഴി കോഴിക്കോട്ടേക്ക് രാത്രികാല സർവീസുകൾ ആരംഭിക്കണമെന്നും പൊതുപ്രവർത്തകനായ സാബു കണ്ടത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് സമർപ്പിച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ.
ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇരിഞ്ഞാലക്കുടക്കാർക്കായി 4 സർവീസുകൾ കൂടി പുതിയതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതായി മന്ത്രി പറഞ്ഞു. ഇരിങ്ങാലക്കുട KSRTC ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷയായി. ചാലക്കുടി ADO KG സുനിൽ, വാർഡ് കൗൺസിലർ അമ്പിളി ജയൻ, KSRTC വികസന സമിതി കൺവീനർ ജയൻ അരിമ്പ്ര, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ PK ഗോപി, ഇരിങ്ങാലക്കുട KSRTC ഇൻസ്പെക്ടർ ഇൻചാർജ് TK കൃഷ്ണകുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോയമ്പത്തൂർ സർവീസ് ഇരിങ്ങാലക്കുടയിൽ നിന്നും രാവിലെ 5:45 പുറപ്പെടും. തൃശൂർ, വടക്കാഞ്ചേരി, പാലക്കാട്, വാളയാർ വഴി 10:05 കോയമ്പത്തൂരിലെത്തും. കോയമ്പത്തൂരിൽ നിന്നും തിരികെ 10:35 പുറപ്പെടുന്ന ബസ് ഇതേ റൂട്ടിലൂടെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഇരിഞ്ഞാലക്കുടയിലെത്തും. തുടർന്ന് 3:30 പുറപ്പെടുന്ന ബസ് രാത്രി 7:55 കോയമ്പത്തൂരിൽ എത്തിച്ചേരുകയും രാത്രി 8:25 തിരികെ പുറപ്പെട്ട് അർദ്ധരാത്രി 12:40 ഇരിഞ്ഞാലക്കുടയിൽ സർവീസ് അവസാനിപ്പിക്കും. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മാർച്ച് 10 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ മാർച്ച് 10 വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കാണ് സാധ്യത. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിർമ്മിച്ച ആധുനിക നീന്തൽ പരിശീലന കേന്ദ്രം നാളെ നാടിന് സമർപ്പിക്കും. രാവിലെ 10 മണിക്ക് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാകുക എന്ന ദീർഘവീക്ഷണത്തിൽ നിന്നാണ് നീന്തൽ പരിശീലന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. മുൻ കയ്പമംഗലം MLA VS സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 61.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നീന്തൽ പരിശീലന കേന്ദ്രത്തിന്റെ പ്രാരംഭഘട്ടം പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് പൂർത്തിയാക്കിയത്. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ പദ്ധതി വിഹിതങ്ങൾ ഉപയോഗിച്ച് പദ്ധതി പൂർത്തിയാക്കി. 2ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60.9 ലക്ഷം രൂപ ചെലവഴിച്ച് നീന്തൽ പരിശീലന കേന്ദ്രത്തിന് അനുയോജ്യമായ ആധുനിക രീതിയിലുള്ള മേൽക്കൂരയും പരിശീലന കേന്ദ്രത്തിന്റെ ജലസ്രോതസ്സായ കുളം അരികുകെട്ടിയും സ്റ്റീൽ കൈവരികൾ നിർമ്മിച്ചും നവീകരിച്ചു. നീന്തൽ പരിശീലന കേന്ദ്രത്തിന് ചുറ്റും ടൈൽ വിരിക്കുകയും ഭദ്രമായ ചുറ്റുമതിൽ, ഡ്രൈനേജ് എന്നിവയും നിർമ്മിച്ചു. 20 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 1.35 മീറ്റർ ആഴവുമുള്ള ആധുനിക രീതിയിൽ നിർമ്മിച്ച നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ ഓസോൺ ജനറേറ്റർ, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഡ്രസ്സിംഗ് റൂം, ശൗചാലയം, യാർഡ് ലൈറ്റിംഗ് എന്നിവയും ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായി ആകെ 1.23 ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ സമസ്ത വിഭാഗത്തിലും ഉൾപ്പെട്ടവരെ ശാസ്ത്രീയമായ നീന്തൽ സ്വായത്തമാക്കുന്നതിനാണ് പദ്ധതിയിലൂടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ പറഞ്ഞു. നാളെ നടക്കുന്ന ചടങ്ങിൽ ET ടൈസൺ MLA അധ്യക്ഷനാകും. ബെന്നി ബെഹനാൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത എന്നിവർ മുഖ്യാതിഥികളാകും. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് KA ഹസ്ബൽ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ്, GO ആഡ്ലി ഉസ്മാൻ, ക്ലർക്ക് DC രഘു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിൽ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണം ചെയ്തു. ശനിയാഴ്ച പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിയിടൽ കർമ്മങ്ങൾ രാവിലെ 11 മണി വരെ നീണ്ടു.
കുളത്തീരത്ത് പ്രത്യേകമൊരുക്കിയ പന്തലുകളിൽ വിവിധ ക്ഷേത്രങ്ങളിലെ ശാന്തിമാരായിരുന്നു ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. ബലിയിടലിനു ശേഷം തൊട്ടടുത്ത ശിവക്ഷേത്രത്തിലും ഭക്തജനങ്ങൾ പ്രാർത്ഥന നടത്തി. പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചാലക്കുടി അഗ്നിശമന വിഭാഗത്തിന്റെ പ്രത്യേക മുൻകരുതലുകൾ ഉണ്ടായിരുന്നു. നിരവധി പോലീസുകാരും സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. അതിരപ്പിള്ളി പഞ്ചായത്തിലെ ആദിവാസി ഊരിലെ 17കാരിയെ പീഡിപ്പിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DYFI ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം 3 പേർ മദ്യം നൽകി പീഡിപ്പിച്ചതായി പെൺകുട്ടി പറഞ്ഞതായിട്ടാണ് ആശുപത്രി അധികൃതർ പോലീസിന് നൽകിയ വിവരമെന്നും DYFIക്കാരായ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കേസിൽ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൗമാരക്കാരായ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ കൊടകരയിൽ നടത്തിയ ക്ലാസ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കൊടകര അഡീഷണൽ ICDS CDPO ഷീബ L നാലപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമനെയും കൊടകര അഡീഷണൽ ICDS CDPO ഷീബ L നാലപ്പാട്ടുകളെയും പൊന്നാടണിയിച്ച് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം CDCB, കൊടകര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ, തോമസ് വിൽസൺ, സൈക്കോളജിസ്റ്റ് VS വന്ദന, ICDCS സൂപ്പർവൈസർ OV ബിനിത എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി മാളയിൽ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു. സമുദായ സെൻസസ് ഇടതു സർക്കാർ ആരെയാണ് ഭയക്കുന്നതെന്ന വിഷയത്തിൽ നടന്ന ചർച്ച MB ശ്രേയാസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എന്താണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ടോ, അവർക്ക് ജോലി ലഭ്യമാണോ, എല്ലാ മേഖലയും നീതി ലഭിക്കുന്നു, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വലിയ സമൂഹത്തിൽ ലോകത്തിന് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യ, അതിൽ ബഹുഭൂരിഷം വരുന്ന ആൾക്കാരുടെ വിവരം അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാകുക. അതുകൊണ്ടാണ് ബീഹാറിൽ ജാതി സെൻസസ് നടപ്പിലാക്കിയത്. ഇവിടെ 2021 സെൻസസ് നടക്കേണ്ടായിരുന്നു, ഇനി നടന്നിട്ടില്ല, 3 വർഷമായി. നമ്മുടെ സമൂഹത്തിലെ യഥാർത്ഥ വിവരങ്ങൾ മനസ്സിലാക്കി എവിടെയാണോ പരിഗണന ലഭിക്കേണ്ടത്, ഏത് വിഭാഗത്തിനാണ് പരിഗണന ലഭിക്കുന്നത്, അവർക്ക് കൃത്യമായി ലഭ്യമാക്കിയില്ലെങ്കിൽ സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ സാധിക്കില്ല. ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് ചെയർമാൻ PK സുധീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ G മോഹൻ പ്രഭാഷണം നടത്തി. ഡോക്ടർ അമൽ C രാജൻ, സുദേശ് M രഘു, VS കർണൽ സിംഗ്, PK സാബു എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. സിനിമ സീരിയൽ താരം നിഷ സാരംഗ് ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ അധ്യക്ഷനായിരുന്നു. കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ, മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത എന്നിവർ സംസാരിച്ചു. സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ 1.5 കോടി രൂപ ലോൺ വിതരണത്തിന്റെ ഉദ്ഘാടനം KSB CDC ജനറൽ മാനേജർ ജിതിൻ നിർവഹിച്ചു. ഫെഡറൽ ബാങ്കിന്റെ സഹായത്തോടെ 1 കോടി രൂപയുടെ വായ്പാ വിതരണം ഫെഡറൽ ബാങ്ക് മാനേജർ വാഹിദ ബീഗം നിർവഹിച്ചു. 50% വിലയിൽ SHG സ്ത്രീകൾക്ക് വേണ്ടി 2 വീലർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, മൈക്രോ അപ്പാരൽ ക്ലസ്റ്റർ, ജൈവഗ്രാമ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം നാഷണൽ NGO കോൺഫെഡറേഷൻ കോർഡിനേറ്റർ അനന്തുകൃഷ്ണൻ നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ GLPS BHS സ്കൂളിലെ സ്കൂൾ വാർഷികവും വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂളിലെ മികച്ച പ്രതിഭകളായ വിദ്യാർത്ഥികളെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ദിനൽ ആദരിച്ചു. പ്രധാന അധ്യാപിക സെൽവി അനൂപ്, മുനിസിപ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്,
മുനിസിപ്പൽ കൗൺസിലർ KR ജൈത്രൻ, കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് T രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ സപ്പോർട്ടിംഗ് കമ്മിറ്റി, സ്നേഹധാര, ആനപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല എന്നീ കമ്മിറ്റി അംഗങ്ങളെ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവത്ത് നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച കാണാതായ 2 ആദിവാസി കുട്ടികളും മരിച്ച നിലയിൽ. കോളനിയുടെ സമീപത്ത് നിന്ന് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. അതിരപ്പിള്ളി ആദിവാസി ഊരിലെ 17-കാരിയെ പീഡിപ്പിച്ചതായി സൂചന. ആരോഗ്യപ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം 3 പേർ മദ്യം നൽകി പീഡിപ്പിച്ചതായി പെൺകുട്ടി. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.